വെൽക്കം സായിറാം. ഞാൻ ഗൗരി ജയൻ. 2025 ജനുവരി എത്ര പെട്ടെന്നാണ് കഴിഞ്ഞതെന്ന് നമ്മൾക്ക് അറിഞ്ഞില്ല അല്ലേ, പോയതേ അറിഞ്ഞില്ല. ഏപ്രിൽ പകുതിയായി കഴിഞ്ഞു. അതേപോലെയാണ് നമ്മുടെ ഈ ജീവിതവും പകുതിയായി കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വച്ചാൽ, നമ്മൾ ഭൂമിയിൽ ഭഗവാൻ ജനിപ്പിക്കുമ്പോൾ ഒരു ഭഗവതിയായും ഭഗവാനായും ഒക്കെയാണ് നമ്മളെ ജനിപ്പിക്കുന്നത്. അതായത് എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് തന്നെയാണ്. പൈസയുള്ളവരായാലും പൈസയില്ലാത്തവരായാലും വിദ്യാഭ്യാസം ഇല്ലാത്തവരായാലും ഭംഗിയില്ലാത്തവരായാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് മനുഷ്യ സങ്കല്പം, മനുഷ്യനെ ഈ ഭൂമിയിൽ ജനിപ്പിക്കുന്നത് ഭഗവാൻ. എല്ലാവരും ഒന്ന് തന്നെയാണ്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ സാഹചര്യം, ജനിക്കുന്നത് അവരുടെ കർമ്മഫലമായിട്ടാണ് ജനിക്കുന്നത്. ചിലവരൊക്കെ നല്ല വലിയ വീട്ടിലായിരിക്കാം ജനിക്കുന്നത്. ചിലവർ റോട്ടിലും ഇങ്ങനെ പാവങ്ങൾ, അതും കുഞ്ഞു തന്നെയാണ്. അവർ എന്ത് ചെയ്യാനാണ്? അത് അവർ കഴിഞ്ഞ ഈ ജന്മം ഒന്നും അറിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ ജന്മത്തെ അവർ ചെയ്ത പാപകർമ്മങ്ങളാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെല്ലാം ജനിച്ചു പോകുന്നത്. അത് സാരമില്ല, ജനിച്ചു പോയി, ഇനി എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് നമ്മൾ ഭഗവാൻ തന്ന ഈ ജന്മം നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നമ്മൾക്ക് ഓരോരോ കടമകളുണ്ടാകും. ഭഗവാനെ സേവിക്കാനുള്ള ടൈം ഇല്ലാതെയാകും. അതായത് കടമ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയായി, മകളായി, മകനായി, ഭാര്യയായി, ഭർത്താവായി, മുത്തശ്ശനായി, മുത്തശ്ശിയായി, ഇതിലെല്ലാം നമ്മുടെ ടൈമുകളൊക്കെ കടന്നു പോയി. അതുകൊണ്ട് നമ്മൾക്ക് ഒന്നും ടൈമില്ല. ഏതിനും നമ്മുടെ കടമകളൊക്കെ ചെയ്തിരിക്കണ്ടേ. അതുകൊണ്ട് ടൈമില്ല എന്ന് നമ്മളിങ്ങനെ പോയി കഴിഞ്ഞു. ഇനിമേൽ നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിച്ചാൽ മാത്രമേ ഈ ജന്മം നമുക്ക് പുണ്യം നേടാൻ കഴിയുള്ളൂ. അതായത് ഭഗവാനെ സേവിക്കണം എന്ന് പറഞ്ഞാൽ വലുതായിട്ടൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ നമ്മൾക്ക് പറ്റുന്ന നാമജപമൊക്കെ ജപിക്കാമല്ലോ, നാമജപം ജപിക്കാം. വീട്ടിൽ നമുക്ക് പൂജകളൊക്കെ ചെയ്യാം. ഭാഗവതം വായിക്കാം. സായിബാബയുടെ സച്ചരിതം വായിക്കാം. ഇതൊക്കെ നമുക്ക് പറ്റുന്ന കാര്യമില്ലേ. വലുതായിട്ട് നമ്മൾ ചിലയൊക്കെ വെച്ച് പൂജിക്കണം ഇല്ലാതെ ഡെയിലി അമ്പലത്തിലേക്ക് പോകണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട് ചെറുതാണെങ്കിലും എത്ര ചെറിയ വീടാണെങ്കിലും നമ്മൾ ഒരു പടം വച്ചിട്ടുണ്ടല്ലേ, ദേവൻ്റെയോ ദേവീൻ്റെയോ ഏതെങ്കിലും ഒരു പടം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതല്ലേ. അവിടെ പോയി ഒരു വിളക്ക് തെളിയിച്ച് ഭഗവാനെ നല്ല കുളിച്ച് വൃത്തിയോടെ പോയിട്ട് ഭഗവാനെ രക്ഷിക്കണേ, സംസാരിക്കുക. ഭഗവാനോ ഭഗവതി ആരോടാണോ നമ്മുടെ ഇത് എപ്പോഴും പരാതി പറയാതെ ഭഗവാനോടും നമ്മൾക്ക് ഇഷ്ട ദൈവങ്ങൾ ഏതാണോ ആ ദൈവത്തോട് നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക. അതായത് പരാതി മാത്രമല്ല നമ്മൾ പറയാനുള്ളത്. നമ്മൾ സന്തോഷം വരുമ്പോഴും ആ ദൈവത്തോട് നമ്മൾ സംസാരിക്കുക. എനിക്കിങ്ങനെയൊക്കെ നടന്നു, നിങ്ങൾ ചെയ്തു തന്നു, ഞാൻ സന്തോഷമായിരിക്കുന്നു, കാര്യങ്ങളൊക്കെ നടന്നു എന്നൊക്കെ ഭഗവാനോട് തുറന്ന് സംസാരിക്കുക. നമ്മുടെ അച്ഛനും അമ്മയല്ലേ അവർ, നമ്മൾ ജനിപ്പിച്ച ദൈവമാണ് അവർ. അതുകൊണ്ട് നമ്മൾ സംസാരിക്കാം. അവർ കേൾക്കുന്നതാണ്. പരാതി മാത്രമല്ല ഭഗവാന് വേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ സേവിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ മുറിയാണുള്ളത്, ഒരു റൂം അങ്ങനെയാണ് ഉള്ളത്. ഈ ചെറിയ വീട്ടിലൊക്കെ എങ്ങനെയാണ് ഭഗവാനെ വെച്ച് സേവിക്കുന്നത്? ഞങ്ങൾ നോൺ വെജൊക്കെ കഴിക്കാറുണ്ട്, എങ്ങനെയാണ് സേവിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും സാരമില്ല. അതായത് ഡെയിലി ഒന്നും നോൺ വെജ് ആരുടെ വീട്ടിലും കഴിക്കാറില്ല, പറ്റുന്നതല്ല അത്. അപ്പോൾ നോൺ വെജ് കഴിക്കുന്നവർ ആ ദിവസങ്ങളിലൊന്നും ഒന്നും ചെയ്യണ്ട. അതായത് ഒരു റൂമൊക്കെ ഉള്ളവർക്കാണ് പറയുന്നത്. ഒരു റൂമോ 2 റൂമൊക്കെ സൗകര്യം ഇല്ലാത്തവർക്കാണ്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുക. അതിന് ശേഷം എല്ലാം കഴിഞ്ഞ ശേഷം എല്ലാം കുളിച്ച് നിങ്ങൾ തുടച്ച് വൃത്തിയാക്കി ഭഗവാന്റെ പടത്തിലേക്ക് ദീപാരാധനയോ വിളക്ക് തെളിയിച്ച് ദീപാരാധനയൊക്കെ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ചെറിയ ചെറിയ കാര്യം, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ലേ. അതെല്ലാം എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ചെയ്യുക. അതിലൊരു ദോഷമൊന്നും ഇല്ല. പിന്നെ ഭഗവാനെ സേവിക്കാതെ ഇരുന്നാൽ പിന്നെ ഓരോരുത്തർക്ക് പറയാറുണ്ട്,
ഞങ്ങൾ ചെറുപ്പം തൊട്ടേ ഭഗവാനെ ആരാധിക്കുന്നവരാണ്, പൂജിക്കുന്നവരാണ്, നാമജപം ജപിക്കുന്നവരാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ്, എല്ലാ ഹെൽപ്പും ഞങ്ങൾ വേണ്ടവർക്കൊക്കെ ചെയ്യുന്നവരാണ്. എങ്കിലും ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്, സമാധാനവുമില്ല. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സന്തോഷവും ഇല്ലാത്തത്, സമാധാനവും ഇല്ലാത്തത്? ഞങ്ങൾ നല്ലതല്ലേ ചെയ്യുന്നത്, എന്നിട്ട് എന്താണ് ഈ ഭഗവാൻ കണ്ണ് തുറക്കുന്നില്ലല്ലോ? പിന്നെ ഒന്നും ചെയ്യാത്തവരൊക്കെ നന്നായിരിക്കുന്നുണ്ടല്ലോ, ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരൊക്കെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ പറയാറുള്ളവരുണ്ട്. അത് കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ജന്മമൊക്കെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയെന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മഫലമാണ് ഈ ജന്മത്തിൽ നമ്മൾ ഈ ഭഗവാനെ ആരാധിക്കുന്നത് കൊണ്ടും പൂജിക്കുന്നത് കൊണ്ടും ഭഗവാൻ നമ്മളെ നെഞ്ചത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഭഗവാനെ കുടിയിരുത്തിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എങ്കിലും നമ്മൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ജന്മത്തെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു പോയി, കുറച്ചായിട്ട് കഴിഞ്ഞു പോകുന്നതാണ്. ഇനി ഒരു ജന്മം വേണ്ട, ജന്മം ഇല്ലാതെ ഇരിക്കുന്നതാണ് നല്ലത്. എങ്കിലും നമ്മൾക്കൊരു ജന്മം ഉണ്ടെങ്കിൽ ആ കർമ്മമൊക്കെ പോയി ഭഗവാൻ നമ്മളെ 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് നമ്മൾ ആ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് നമ്മൾ വാഴുന്നത്, കഷ്ടപ്പെടുന്നതല്ല. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ നമ്മൾ യോഗ്യതയുള്ളവരായിട്ട്, നല്ല പ്രവൃത്തി ചെയ്യുന്നവരായിട്ട്, നല്ലവരായിട്ട്, പേരും പുകഴോടെ നമ്മൾ ജീവിക്കാൻ നമ്മൾക്ക് പറ്റും. പിന്നെ ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവർ സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അടുത്ത ജന്മം ഒന്നുണ്ടെങ്കിൽ അവർ ഇപ്പോൾ കഷ്ടതകളെയും സ്വസ്ഥതയില്ലാത്ത ജീവിതത്തെയും അവർ വാങ്ങിക്കാനുള്ള എടുക്കുകയാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ദൈവസങ്കല്പവും ദൈവനാമങ്ങളും ദൈവത്തെ ഭഗവാനെയോ ഭഗവതിയോ ഒക്കെ സ്വീകരിക്കുന്നത് കൊണ്ടൊന്നും നമ്മൾക്കൊരു കഷ്ടവും വരുന്നതല്ല. നമ്മൾ അത് മാത്രമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത്. നമ്മൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കണേ എന്ന് മാത്രം നമ്മൾ ഭഗവാനോട് മുന്നിൽ നിന്ന് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ധ്യാനിക്കുക. രാവിലെയോ വൈകിട്ടോ നമുക്ക് എപ്പോഴാണോ കണ്ണടച്ച് ഒരു 10 മിനിറ്റ് നേരം ഭഗവാനോട് ഞാൻ നമ്മളെന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ ചെയ്യണ തെറ്റുകളുണ്ടെങ്കിൽ മാപ്പ് തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനോട് അതുമാത്രം മതി. നമുക്ക് ആരാധിക്കാൻ വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒന്നും സാരമില്ല. ഭഗവാൻ നാമത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, അത്രയൊക്കെ തന്നെ പറയാനുള്ളത്. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓം സായിറാം.